എങ്ങനെയാണ് ഒരു സിനിമ ജനിക്കുന്നത്? സിനിമ എന്ന് പറയുന്നത് ഓരോ സീനാണ്. ഈ ഓരോ സീനുകളും നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഡറിലും സീക്വൻസിലും അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതൊരു സിനിമയാവും. ഇനി ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ സീനിലും ഇഷ്ടം പോലെ ഷോട്ടുകൾ ഉണ്ടാവും. ഈ ഷോട്ടുകളാണ് ഒരു സീനിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. ഓരോ ഷോട്ടും നമുക്കറിയാം അതൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് മോഷൻ പിക്ചർ ആയിരിക്കും, അതായത് ചലിക്കുന്ന ചിത്രം. പക്ഷേ ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുമ്പോൾ അതൊരു സ്റ്റിൽ ഇമേജ് ആയിരിക്കും. അതിനിപ്പോ സിനിമയായാലും ഡ്രോയിങ്സ് ആയാലും ഫോട്ടോഗ്രാഫി ആയാലും പെയിന്റിങ്സ് ആയാലും ഏതൊരു ആർട്ട് ഫോമും ആയിക്കോട്ടെ, അത് ഡിസൈൻ ചെയ്യുന്നതിന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഷോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റിൽ ഇമേജിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു കാര്യം ഉണ്ടാവും. കാണുന്ന ഓഡിയൻസ് ഈ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇമേജ് കാണുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവർ ആദ്യം കാണണം, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് ആദ്യം പോകണം. ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ അതിനെ കൃത്യമായിട്ടുള്ള ഓർഡറിലും കൃത്യമായിട്ടുള്ള രീതിയിലും ഡിസൈൻ ചെയ്യണം. ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ഇമേജസിനും അതിൻ്റെതായിട്ടുള്ള മൂഡ് ഉണ്ട്, ടോൺ ഉണ്ട്, ഇമോഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സബ് കോൺടാക്ട്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഫസ്റ്റ് എലമെന്റ് പറഞ്ഞ് രണ്ടാമത്തെ എലമെന്റിലേക്ക് പോകുമ്പോൾ ഈ ഫസ്റ്റ് എലമെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കും രണ്ടാമത്തെ എലമെന്റ്. അങ്ങനെ ഓരോ എലമെന്റും ഇന്റർ റിലേറ്റഡ് ആയിരിക്കും. ഫസ്റ്റ് എലമെന്റ് ആണ് യൂണിറ്റി. ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിഷ്വൽ ഷുഡ് ബി ഹോൾ, യൂണിറ്റ് ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ്. അതായത് നമ്മൾ കാണിക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഫ്രെയിം അല്ലെങ്കിൽ ഷോട്ട്, അതിലൊരു യൂണിറ്റ് ഉണ്ടായിരിക്കണം. അതായത് 2-3 എലമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആസ്പെക്ട്സ് ഉണ്ട്, ഒബ്ജക്ട്സ് ഉണ്ട്, അതുപോലെ സബ്ജക്ട്സും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു ഫ്രെയിമിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതൊരു ഹോൾ ആയിരിക്കണം, അതായത് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ നമ്പർ 2 എന്ന് പറയുന്നത് ബാലൻസ്. വിഷ്വൽ ബാലൻസ് എന്ന് പറയുന്നത് കോമ്പോസിഷനിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു വിഷ്വൽ വെയിറ്റ് ഉണ്ടാവും. അതിനെ നമുക്ക് ബാലൻസ്ഡും അതുപോലെ തന്നെ അൺബാലൻസ്ഡും എന്ന് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒരു എലമെന്റിന്റെ വിഷ്വൽ വെയിറ്റ് നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളത് മെയിൻലി അതിന്റെ സൈസിനനുസരിച്ചിട്ടാണ്. നമ്മളൊരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ നമ്മൾ ഫ്രെയിമിൽ കാണിക്കുന്ന സമയത്ത് ആ ഫ്രെയിം മുഴുവനും അയാളെ ഫില്ല് ചെയ്യാണ്, അതായത് കാണുന്ന രീതിയിൽ സിമ്പിൾ വരുന്നുണ്ടെങ്കിൽ ഒരു ക്ലോസപ്പ് ഷോട്ട് അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കറിയാം അത് ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോൾ ഒരാളായി കഴിഞ്ഞാലും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡയലോഗ് പറയുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഡയലോഗ് പറയുമ്പോൾ നമ്മൾ അയാളെ ക്ലോസപ്പിൽ കാണിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഓക്കെ ദാറ്റ് ഡയലോഗ് ഈസ് ഇമ്പോർട്ടന്റ്. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? ഡെവിൾസ് കിച്ചൺ. അതല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്ലോസപ്പിൽ കാണിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനൊരു ഇമ്പോർട്ടന്റ് ഉണ്ട്, അതായത് സൈസും അതിന്റെ ഇമ്പോർട്ടൻസും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. അത്തരത്തിൽ ആ ഒരു സൈസ് നമ്മൾ കംപ്ലീറ്റ്ലി കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫ്രെയിമിൽ നമ്മൾ കാണിക്കുന്ന സമയത്ത് അതിന്റെ വിഷ്വൽ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതലായിരിക്കും. സൈസ് മാത്രമല്ല, നമ്മളുടെ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പൊസിഷൻ ആയിക്കോട്ടെ, അതിന്റെ മൂവ്മെന്റ് ആയിക്കോട്ടെ, അതിന് കൊടുക്കുന്ന കളർ ആയിക്കോട്ടെ, ടോൺ ആയിക്കോട്ടെ, ഇതൊക്കെ വിഷ്വൽ ബാലൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്താണ് വിഷ്വൽ ബാലൻസ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമുക്ക് അടുത്ത എലമെന്റിലേക്ക് കണക്ട് ചെയ്യാം, അതാണ് വിഷ്വൽ ടെൻഷൻ. ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് എലമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു വിഷ്വൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കാണാത്ത രീതിയിലുള്ള എലമെന്റ്സ് അല്ലെങ്കിൽ കാണാത്ത രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഒരു ഫ്രെയിമിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ ടെൻഷൻ ആഡ് ചെയ്യേണ്ടത് അത്ര അനിവാര്യമാണ്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്ന എലമെന്റും, ദാറ്റ് ഈസ് റിതം. നമ്മൾ ഈ പറഞ്ഞ എലമെന്റ്സ് ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള സിമിലർ എലമെന്റ്സിന്റെ റിപ്പീറ്റേഷൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രെയിമിൽ റിതം ക്രിയേറ്റ് ചെയ്യാം. ഈ റിതം ഒരു വിഷ്വൽ ഫീൽഡിൽ പ്ലേ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റോൾ ഉണ്ട്. ആ റോൾ എന്ന് പറയുന്നത്
ഒന്നുകിൽ സട്ടിൽ ആവാം, ലൈക്ക് ദിസ് എക്സാമ്പിൾ. ഇനി ഇതല്ലെങ്കിൽ എക്സാജറേറ്റ് ആയിട്ടും ആവാം. കണ്ടല്ലോ, ഇത്തരത്തിലാണ് ഒരു റിതം എന്ന് പറയുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ പ്രിൻസിപ്പിൾസിനെ നമ്മൾ ഒരു വിഷ്വൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് എലമെന്റിലേക്ക് പോകാം. അതാണ് പ്രൊപ്പോർഷൻ. പ്രൊപ്പോർഷനെ നമുക്ക് സിംപ്ലി മനസ്സിലാക്കാൻ വേണ്ടി പ്രൊപ്പോർഷൻ നമുക്ക് ഒരു റിലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഫ്രെയിമിൽ വരുന്ന സബ്ജക്ട്സ്, അതിപ്പോ 2 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ആ 2 സബ്ജക്ട്സ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ആ സബ്ജക്റ്റും നിൽക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എലമെന്റ്സ് തമ്മിലും ഒരു റിലേഷൻ ഉണ്ടാവാം. അപ്പോൾ ഈ ഒബ്ജക്ട്സും അതുപോലെ തന്നെ സബ്ജക്ട്സും തമ്മിലുള്ള ഈ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ കമ്പോസ് ചെയ്യാം. അത് നമുക്ക് റൂൾ ഓഫ് തേർഡ് വേണ്ടിക്ക് യൂസ് ചെയ്യാം, ഗോൾഡൻ റേഷ്യോ വേണ്ടിക്ക് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഡയഗണൽ ലൈൻസ്, സിനുവസ് ലൈൻസ്, റിവേഴ്സ് എസ്, ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള കോമ്പോസിഷണൽ ട്രയാങ്കിൾസ്, ഇതൊക്കെ രീതിയിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ ഒരു ഒബ്ജക്ട്സിനും സബ്ജക്ട്സിനൊക്കെ നമുക്ക് ആ ഒരു ഫീൽഡിൽ ഓർഗനൈസ് ചെയ്യാം. ഈ പറഞ്ഞ ഗൈഡ് ലൈൻസിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒന്നിന്റെ ബേസിലായിരിക്കും നമ്മൾ ആ ഒരു പ്രൊപ്പോർഷൻ അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പ്രൊപ്പോർഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതെന്താണ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും കോൺട്രാസ്റ്റ്? ഇതും ഒരു റിലേഷൻ തന്നെയാണ്, പക്ഷെ ഇവിടെ റിലേഷൻ എന്ന് പറയുന്നത് ലൈറ്റും ഡാർക്കും തമ്മിലാണ്. ഈ ലൈറ്റും ഡാർക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ആ ഒരു ഡിഫറൻസ് ആണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സട്ടിൽ ആവാം, അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആവാം, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിലാവാം. പക്ഷെ അത് ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ആണ് നമുക്ക് കൺവേ ചെയ്യുന്നത്. ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് ഡെപ്ത് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷനാലിറ്റി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് ഈ ഡെപ്ത് ക്രിയേഷൻ എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, അതെങ്ങനെ നമുക്ക് ഒരു 3 ഡയമെൻഷനാലിറ്റി നമ്മുടെ ഫ്രെയിംസിൽ തരും, ഇതൊക്കെ ഡെപ്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഒരു ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ്, അതായത് ഒരു ഡാർക്ക് ഇമേജ്, നമ്മൾ ഈ എക്സാമ്പിൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു ഇമേജ് കാണുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഇമേജും നെക്സ്റ്റ് നമ്മളൊരു ബ്രൈറ്റ് ഇമേജ് കാണിക്കുകയാണ്. ഈ ഒരു ബ്രൈറ്റ് ഇമേജ് നമുക്ക് നോക്കാം. ഈ 2 ഇമേജും നമുക്ക് കാണുന്ന സമയത്ത് മനസ്സിലാക്കാം 2 ഇമേജും കൺവേ ചെയ്യുന്ന ഇമോഷൻ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്. അത് തന്നെയാണ് കോൺട്രാസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്. എല്ലാം സിംപ്ലി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ കൺവേ ചെയ്യേണ്ട ഇമോഷൻ അതിന്റെ ബേസിലാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രെയിം കമ്പോസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ക്യാമറ വെക്കേണ്ടത്, ലെൻസ് ചൂസ് ചെയ്യേണ്ടത്, ലൈറ്റിംഗ് സെറ്റപ്പ് ചെയ്യേണ്ടത് ഒക്കെ നമ്മൾ എന്താണോ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആവണല്ലോ. അതിന് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ലാസ്റ്റ് എലമെന്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതാണ് ടെക്സ്ചർ. സാധാരണ രീതിയിൽ ലൈറ്റിംഗ് വഴിയാണ് നമ്മൾ കോൺട്രാസ്റ്റ് കാണിക്കുന്നത്. ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് ലൈറ്റിംഗ് വഴി ആ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. നമുക്കറിയാം ലൈറ്റിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലൈറ്റിംഗിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയും. ഇപ്പൊ ജസ്റ്റ് അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നുള്ളൂ. ഒരു ഫ്രെയിമിലേക്ക് ഒരു 3 ഡയമെൻഷനാലിറ്റി അല്ലെങ്കിൽ ഒരു 3D ടച്ച് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് നമ്മൾക്കുള്ളതെങ്കിൽ അത് നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ഡെപ്ത് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട്, മിഡ്ഗ്രൗണ്ട് സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടി നമുക്ക് ടെക്സ്ചർ യൂസ് ചെയ്യാം. അത് നമുക്ക് ലൈറ്റിങ്ങിന് പല രീതിയിലുള്ള ടെക്നിക്സ് ഉണ്ട്. ലൈറ്റിംഗ്സ് യൂസ് ചെയ്തുകൊണ്ട് പലതരം ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലൈറ്റിംഗ് വഴി ടെക്സ്ചർ കാണിക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്ന ഏതൊരു ഇമേജിന് പുറകിലുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഇമേജ് ഓഡിയൻസിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു ഷോട്ടും ഏതൊരു സീക്വൻസും ഏതൊരു സീനും സിനിമ കാണുന്ന ഓഡിയൻസിന്റെ മുമ്പിലേക്ക് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പോസിഷൻ എന്താണ്, എങ്ങനെ നമ്മൾക്കൊരു ക്യാമറ വെക്കണം, ഏത് രീതിയിൽ നമ്മളത് ഫ്രെയിം ചെയ്യണം, കമ്പോസ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം. എപ്പോഴും അല്ല, ബട്ട് യു ഷുഡ് നോ ദിസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് വഴി അറിയിക്കുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് കൂടി പറയാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി പറ്റുകയുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുകയുള്ളൂ. സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ദിസ് ഇസ് ഗുഡ് ബൈ ഫ്രം തംഷി ആൻഡ് കട്ട്.